Hello everyone, welcome to a new video of Tech PSC. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ റഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ റഫറൻസ് ഇലക്ട്രോഡിൽ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, കെലോമൽ ഇലക്ട്രോഡ്, ക്യുൻഹൈഡ്രോൺ ഇലക്ട്രോഡ് തുടങ്ങിയവ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ റഫറൻസ് ഇലക്ട്രോഡിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് റഫറൻസ് ഇലക്ട്രോഡ് എന്ന് നോക്കണമല്ലോ. അപ്പൊ നമുക്ക് എന്താണ് റഫറൻസ് ഇലക്ട്രോഡ്സ് എന്ന് നോക്കാം. അപ്പൊ റഫറൻസ് ഇലക്ട്രോഡ് പറയുന്നതിന് മുൻപ് ഞാൻ ഗാൽവാനിക് സെൽ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് പോവാണ്. അപ്പൊ ഗാൽവാനിക് സെല്ല് നമുക്കറിയാം, ഗാൽവാനിക് സെല്ലിന്റെ കാര്യങ്ങളെല്ലാം മുന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ല് നമുക്കറിയാമല്ലോ, ഡാനിയൽ സെല്ല് സിങ്ക്, ഇത് സിങ്ക് ആണ്. സിങ്ക് അതിന്റെ തന്നെ സൊല്യൂഷൻ ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പർ അതിന്റെ സൊല്യൂഷൻ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും, അപ്പൊ CuSO4 മുക്കി വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഈ സിങ്ക് ആണ് റിയാക്ടിവിറ്റി കൂടിയ, റിയാക്ടിവിറ്റി സീരീസിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് സിങ്ക്. അപ്പോ സിങ്ക് ആണ് ഇവിടെ ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സിങ്ക് ആണ് ഇവിടുത്തെ ആനോഡ്. ആനോഡിന്റെ ചാർജ് നമുക്കറിയാം, ആനോഡിന്റെ ചാർജ് ഒരു ഗാൽവാനിക് സെല്ലിൽ നെഗറ്റീവ് ആയിരിക്കും. കോപ്പർ ആണ് ഇവിടെ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാഥോഡിന്റെ ചാർജ് ഒരു ഗാൽവാനിക് സെല്ലിൽ പോസിറ്റീവ് ആയിരിക്കും. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു. ഒരു റിഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ട് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു. അതുപോലെ പോസിറ്റീവ് ചാർജ് ഉള്ള കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് ഒരു കറണ്ട് ഫ്ലോയും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ കറണ്ട് ഫ്ലോ കാഥോഡിൽ നിന്ന്, അതായത് കോപ്പർ ഇലക്ട്രോഡിൽ നിന്നും സിങ്ക് ഇലക്ട്രോഡിലേക്കാണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചാല്, ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. ഓക്കെ, കോപ്പറിൽ നിന്ന് സിങ്ക് ഇലക്ട്രോഡിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ്, കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെയും കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിലുണ്ട്. സിങ്ക് ഇലക്ട്രോഡിനും കോപ്പർ ഇലക്ട്രോഡിനും ഇടയിൽ അവരുടെ പൊട്ടൻഷ്യലുകളിൽ ഒരു വ്യത്യാസമുണ്ട്. ആ പൊട്ടൻഷ്യലുകളിലെ വ്യത്യാസം കാരണമാണ് ഇവിടെ ആ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായത്. ഓക്കെ, അപ്പോ ഈ സിങ്ക് ഇലക്ട്രോഡിനും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, കോപ്പർ ഇലക്ട്രോഡിനും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുകൾ എലോൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇപ്പൊ സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, കോപ്പർ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, എലോൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവ രണ്ടുപേരും കപ്പിൾ ചെയ്ത് ഒരു റിഡോക്സ് കപ്പിൾ ആവുന്ന സമയത്താണ്, റിഡോക്സ് കപ്പിൾ എന്ന് പറയുമ്പോൾ റിഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റിഡോക്സ് കപ്പിൾ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള, ഈ രണ്ട് ഹാഫ് സെല്ലുകളും ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം, അതിനെയാണ് റിഡോക്സ് കപ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള റിഡോക്സ് കപ്പിൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അവിടെ എന്തുണ്ടാവുന്നത്, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു റഫറൻസ് ഇലക്ട്രോഡിന്റെ ഉപയോഗം ഇനിയാണ് വരുന്നത്. ഒരു റഫറൻസ് ഇലക്ട്രോഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹാഫ് സെല്ലുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളെയാണ് റഫറൻസ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമാണ്. സോ സിങ്ക് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്, അല്ലെങ്കിൽ കോപ്പർ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ നമുക്കത് മെഷർ ചെയ്യാനായി സാധിക്കത്തില്ല ഡയറക്ട്ലി. അപ്പോ അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളെയാണ്, ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ഇലക്ട്രോഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റഫറൻസ് ഇലക്ട്രോഡ്സ്. അപ്പോ റഫറൻസ് ഇലക്ട്രോഡ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പോ ഈ ഒരു ഡാനിയൽ സെൽ വെച്ച് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ടോപ്പിക്കിലേക്ക് കടന്നിട്ടില്ല, എന്താണ് റഫറൻസ് ഇലക്ട്രോണിന്റെ ഉപയോഗം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് റഫറൻസ് ഇലക്ട്രോഡ്സ് എന്താണെന്ന് നോക്കാം.
So a reference electrode is an electrode that has a stable, constant and well-defined electrode potential which is used as a standard to measure the electrode potential of other electrode. നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്? മറ്റുള്ള ഇലക്ട്രോഡുകളുടെ എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാവുന്ന ഒരു ഇലക്ട്രോഡ് വേണം. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, കോൺസ്റ്റന്റ് ആയിട്ടുള്ള, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, വളരെ കൃത്യമായ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാവുന്ന ഒരു ഇലക്ട്രോഡ് നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു ഇലക്ട്രോഡിന്റെ മറ്റ് ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകളെയാണ് റഫറൻസ് ഇലക്ട്രോഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ റഫറൻസ് ഇലക്ട്രോഡ്സിന്റെ പ്രധാനപ്പെട്ട കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻ ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ എ സിംഗിൾ ഹാഫ് സെൽ കനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. നമുക്കറിയാം ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ ആദ്യമേ കാണിച്ചത്. ഞാൻ ആദ്യം കാണിച്ചത് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ലും ഞാൻ പറഞ്ഞു അതൊരു റിഡോക്സ് കപ്പിൾ ആണ്. അതായത് ഒറ്റയ്ക്ക് ഒരു ഹാഫ് സെല്ലിന് എക്സിസ്റ്റൻസ് ഇല്ല. ഒരു ഹാഫ് സെൽ ഒറ്റയ്ക്ക് ഇരുന്നെന്ന് പറഞ്ഞിട്ട് അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ കറണ്ട് ഉണ്ടാവണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. സോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? നമുക്ക് മറ്റൊരു ഇലക്ട്രോഡും കൂടെ വേണം. അപ്പൊ ഒരു സിംഗിൾ ഹാഫ് സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ദ ആബ്സല്യൂട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇലക്ട്രോഡ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ ഇലക്ട്രോഡിന്റെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള കൃത്യമായ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ നോർമൽ കണ്ടീഷൻസിൽ സാധ്യമല്ല. ഓൺലി ദ റിലേറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് ക്യാൻ ബി മെഷർഡ്. നമുക്ക് കിട്ടുന്നത് ഒരു റിലേറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. അതായത് ഹാഫ് സെല്ലുകൾ രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഒരു റിസൾട്ടന്റ് ആയിട്ടുള്ള EMF ഉണ്ടാവും, ഒരു വോൾട്ടേജ് ഉണ്ടാവും. അത് മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ റഫറൻസ് ഇലക്ട്രോഡ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ. അപ്പോ ഒരു അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്യാണ്? റഫറൻസ് ഇലക്ട്രോഡിലേക്ക്, ഇതാ ഇവിടെ കാണുന്ന പോലെ റഫറൻസ് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യുകയാണ്. റഫറൻസ് ഇലക്ട്രോഡിന്റെ പ്രത്യേകത എന്താണ്? റഫറൻസ് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അത് ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അറിയാം. അപ്പൊ അത് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റിസൾട്ടന്റ് EMF ഉണ്ടാവും. ആ EMF നിന്നും അതൊരു സെല്ലായി. ഈ റഫറൻസ് ഇലക്ട്രോഡ് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാത്ത ഒരു അൺനോൺ ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സെല്ല് ക്രിയേറ്റ് ആയി, ഒരു ഹാഫ് സെല്ല് ക്രിയേറ്റ് ആയി. ഓക്കെ. ഇനി ഈ ഹാഫ് സെല്ലിന്റെ EMF അത് നമുക്കൊരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഓൾറെഡി നമുക്ക് റഫറൻസ് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ആ EMF നിന്നും അൺനോൺ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ യൂസിംഗ് ദ EMF ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ അൺനോൺ ഇലക്ട്രോഡ് ഈസ് കാൽക്കുലേറ്റഡ്. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് അൺനോൺ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് പതിവ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റഫറൻസ് ഇലക്ട്രോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. മറ്റൊന്ന് കലോമൽ ഇലക്ട്രോഡ് ആണ്. ഇനി ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ്, അതും ഒരു കോമൺ ആയിട്ടുള്ള റഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോ ഈ മൂന്ന് ഇലക്ട്രോഡുകൾ, അതായത് SHE, കലോമൽ ഇലക്ട്രോഡ്, ക്വിൻ ഹൈഡ്രോൺ ഇലക്ട്രോഡ്, ഈ മൂന്ന് ഇലക്ട്രോഡുകളിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ് പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് മോസ്റ്റ് റിലയബിൾ ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൈമറി റഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SHE എന്നായിരിക്കും വരുന്നത്. അപ്പൊ SHE എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ. യെസ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണ് എന്ന് പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ റഫറൻസ് ഇലക്ട്രോഡ് എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. റഫറൻസ് ഇലക്ട്രോഡ് ഹാഫ് സെല്ലുകളുടെ അല്ലെങ്കിൽ ഒരു അൺനോൺ ഇലക്ട്രോഡിന്റെ സിംഗിൾ ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളെയാണ് റഫറൻസ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. റഫറൻസ് ഇലക്ട്രോഡില് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുമായ ഒരു ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റഫറൻസ് ഇലക്ട്രോഡ് എന്ന് നമുക്ക് പറയാം.
ഓക്കെ, അപ്പോ ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് എ റെഫറൻസ് ഇലക്ട്രോഡ് ഇൻ വിച്ച് ദ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ് ഓവർ പ്ലാറ്റിനം ഇലക്ട്രോഡ്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് പ്ലാറ്റിനം ആണ് ഇവിടുത്തെ ഇലക്ട്രോഡ്. ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. ഈ പ്ലാറ്റിനത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ അതിനൊരു ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു റിയാക്ഷൻ സൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്ലാറ്റിനത്തിന്റെ ജോലി. ഓക്കെ, അപ്പൊ പ്ലാറ്റിനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസുകളെ ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ആ ഒരു ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാറ്റിനം ഇലക്ട്രോഡ് നമ്മൾ മുക്കി വെക്കേണ്ടത് ഹൈഡ്രജൻ അയോൺ H+ അയോൺസ് ഉള്ള, അതായത് ആസിഡുകളുടെ സൊല്യൂഷനിലായിരിക്കണം. 1 മോളാർ ആയിരിക്കണം അതിന്റെ കോൺസെൻട്രേഷൻ എന്നും പറയുന്നത്. സോ 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള H+ സൊല്യൂഷൻ കണ്ടെയ്നിങ് H+ എന്ന് പറയുന്നത് ആസിഡുകളാണ് ഈ H+ അയോൺസ് ഫെറിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആസിഡുകളുടെ ഒരു 1 മോളാർ സൊല്യൂഷൻ ആണ് നമുക്ക് അതിനായിട്ട് ആവശ്യം. ഈ ഹൈഡ്രജൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഹൈഡ്രജൻ ബബിൾ ചെയ്യേണ്ട പ്രഷർ എന്ന് പറയുന്നത് 1 atm പ്രഷർ ആയിരിക്കണം. മാത്രവുമല്ല, അവിടുത്തെ ടെമ്പറേച്ചർ നമ്മുടെ സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്ന 298 കെൽവിൻ അഥവാ 25°C ടെമ്പറേച്ചറും ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു? പ്ലാറ്റിനം ഇലക്ട്രോഡിൽ കൂടെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ബബിൾ ചെയ്യുന്നത് H+ അയോൺസിന്റെ 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിൽ കൂടെ ആയിരിക്കണം. അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ 1 atm ആയിരിക്കണം. അതുപോലെ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ അല്ലെങ്കിൽ 25°C ആയിരിക്കണം. ഇത്രയുമാണ് ആ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു 1 മോളാർ HCl ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സൊല്യൂഷൻ ഉണ്ട്. 1 മോളാർ. ഓക്കെ, 1 മോളാർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡുകളാണ്. അതിന് H+ അയോൺസിനെ ഇങ്ങനെ അക്വസ് സൊല്യൂഷനിൽ അതിന് ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും. സോ ഇതിന് നിറയെ H+ അയോൺസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നത് പ്ലാറ്റിനം ഇലക്ട്രോഡ് ആണ്. സോ പ്ലാറ്റിനം ഇലക്ട്രോഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ ഈ എൻഡ് ഒരു ഹൈ റെസിസ്റ്റൻസ് വോൾട്ട് മീറ്ററിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ നിന്നാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്നത്. 1 atm പ്രഷറിൽ ആയിരിക്കണം. ഓക്കെ, അവിടുത്തെ പ്രഷർ 1 atm ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 1 atm പ്രഷറിലായിരിക്കണം ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്ലാറ്റിനം വയർ. പിന്നെ ഇത് 298 കെൽവിൻ അല്ലെങ്കിൽ 25°C ഈ ഒരു ഇലക്ട്രോഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൺസ്ട്രക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഷീ കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഇലക്ട്രോഡ്. ആദ്യം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം ഇലക്ട്രോഡ് ആണ്. സോ പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂഷ്വലി പ്ലാറ്റിനം ബ്ലാക്ക് വെച്ച് കോട്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ ജോലി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഓക്സിഡേഷനിലോ റിഡക്ഷനിലോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഈ പ്ലാറ്റിനത്തിന് ഇല്ല. കാരണം പ്ലാറ്റിനം നമുക്ക് അറിയാം വളരെ റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലാണ്. ഓക്കെ, റിയാക്ടിവിറ്റി സീരീസിലെ ഏറ്റവും അടിഭാഗത്തുള്ള മെറ്റലാണ് പ്ലാറ്റിനം. അപ്പോൾ ഈ പ്ലാറ്റിനത്തിന് ഡയറക്റ്റ് ആയിട്ട് ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. പകരം ഇത് ചെയ്യുന്നത് ഒരു ലാർജ് സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കാൻ ഹൈഡ്രജന് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നടക്കുന്നത്? രണ്ടും നടക്കും കേട്ടോ. കാരണം ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ടും വരുന്നുണ്ട്, കാഥോഡായിട്ടും വരുന്നുണ്ട്. അത് രണ്ട് നമ്മൾ നോക്കും, രണ്ട് റിയാക്ഷൻസ് നമ്മൾ നോക്കും. അപ്പോൾ ആനോഡ് ആയിക്കോട്ടെ കാഥോഡ് ആയിക്കോട്ടെ, ആനോഡായിട്ട് വരുമ്പോൾ ഇതിന് നടക്കുന്ന ഓക്സിഡേഷൻ ആണ്, അതായത് ഇലക്ട്രോണിനെ കളയുന്ന പ്രോസസ്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി കാഥോഡായിട്ട് ഇതിനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലാർജ് സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, മാത്രവുമല്ല ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഇനേർട്ട് കണ്ടക്ടർ. ഒരു ഇനേർട്ട് ആയിട്ടുള്ള രാസപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ഒരു കണ്ടക്ടർ ആയിട്ടും കൂടി ഇത് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് പ്ലാറ്റിനം ഇലക്ട്രോഡിന്റെ ജോലി. ഇനി അടുത്തത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പുതിയ പോയിന്റ് ഒന്നുമല്ല. ഒരു atm പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഹൈഡ്രജൻ ഗ്യാസിന്റെ ഫ്ലോ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം.
അവിടെ പ്രഷർ 1 atm തന്നെ ആയിരിക്കണം, അത് കമ്പൽസറി ആണ്. മാത്രവുമല്ല ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അസിഡിക് സൊല്യൂഷൻ ആണ്. സോ ഈ ഒരു അസിഡിക് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 മോളാർ ആയിരിക്കണം. ഒരു H+ അയോൺസ് ഉള്ള 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ നമുക്ക് വേണം. അതോടൊപ്പം ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 298 കെൽവിൻ അല്ലെങ്കിൽ 25°C നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ട് പ്ലാറ്റിനം ഉപയോഗിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറയാണ്. ബിക്കോസ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു നോൺ കണ്ടക്ടർ ആണ്. ഇലക്ട്രോണുകൾ എപ്പോഴും കണ്ടക്റ്റീവ് ആണ്, പക്ഷെ ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ്. ഗ്യാസുകൾ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പ്ലാറ്റിനം ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യാനും അതോടൊപ്പം ഈ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ സൈറ്റ് പ്രൊവൈഡ് ചെയ്യാനും മാത്രമാണ് ഇവിടെ പ്ലാറ്റിനം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ പ്ലാറ്റിനത്തിൽ ഡയറക്റ്റ് ആയിട്ട് യാതൊരു പാർട്ടിസിപ്പേഷനും ഇതിലില്ല എന്നുള്ള കാര്യം ഒന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ദ റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കാഥോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് തന്നെ ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജന്റെ മുകളിലേക്കും മെറ്റൽസ് ഉണ്ട്, ഹൈഡ്രജന്റെ താഴേക്കും മെറ്റൽസ് ഉണ്ട്. സോ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ഹൈഡ്രജന്റെ മുകളിൽ, അതല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഉള്ള മെറ്റൽസ് ഹൈഡ്രജന്റെ മുകളിലുണ്ട്. ഓക്കെ, ഇനി താഴേക്ക് പോസിറ്റീവ് പൊട്ടൻഷ്യൽസ് ഉള്ള ആൾക്കാർ താഴേക്കും ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ താഴെയുള്ള മെറ്റൽസ് ആണ് കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇതെല്ലാം ഹൈഡ്രജന്റെ താഴെ, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഹൈഡ്രജന്റെ താഴെയുള്ള മെറ്റൽസ് ആണ്. ഇനി ഹൈഡ്രജന്റെ മുകളിലുള്ള മെറ്റൽസ് ആണ് പൊട്ടാസ്യം, ലിഥിയം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം. ഇതെല്ലാം ഹൈഡ്രജന്റെ മുകളിലുള്ള മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പോ സോഡിയം അലുമിനിയത്തിന്റെ മുകളിലാണ്, ഹൈഡ്രജന്റെ മുകളിലാണ്. അതുപോലെ മെഗ്നീഷ്യം ഹൈഡ്രജന്റെ മുകളിലാണ്, സിങ്ക് ഹൈഡ്രജന്റെ മുകളിലാണ്. ഇതെല്ലാം ഹൈഡ്രജന്റെ മുകളിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇത്രയും ആൾക്കാരെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പോ മെഗ്നീഷ്യം സൾഫേറ്റിൽ മുക്കി വെച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോഡാണ് നമ്മളിൽ ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, മെഗ്നീഷ്യം സൾഫേറ്റിൽ. അപ്പോൾ ഇതൊരു മെഗ്നീഷ്യം റോഡാണ്. ആ മെഗ്നീഷ്യം റോഡ് മുക്കി വെച്ചിരിക്കുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനിലാണ്, MgSO4 സൊല്യൂഷനിലാണ്. സോ ഇതിനൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദിസ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോ ഇത് നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്ട് ചെയ്യുന്നത് കാഥോഡ് ആയിട്ടാണ്. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്ട് ചെയ്യുന്നത് കാഥോഡ് ആയിട്ടാണ്. കാരണം ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മെഗ്നീഷ്യത്തിന്റെ സ്ഥാനം മുകളിലാണ്, ഹൈഡ്രജന്റെ മുകളിലാണ് മെഗ്നീഷ്യം വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ്രജനേക്കാൾ റിയാക്റ്റീവ് ആണ് മെഗ്നീഷ്യം എന്ന് നമുക്ക് പറയാം. സോ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ആനോഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ബിക്കോസ് ഈ ആനോഡുകൾക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസിങ് ഇലക്ട്രോൺ. അപ്പോ ഓക്സിഡേഷൻ ആണ് ആദ്യം നടക്കുന്ന പ്രോസസ്, ഇലക്ട്രോണുകളെ കളയുക. അപ്പൊ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് അല്ലെങ്കിൽ ആറ്റംസ് ആണ് ഇലക്ട്രോണുകളെ കളഞ്ഞ് ആദ്യം ഓക്സിഡേഷന് വിധേയമാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെഗ്നീഷ്യം ഇവിടെ ആനോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, മെഗ്നീഷ്യം ഇവിടെ ആക്ട് ചെയ്യേണ്ടത് ആനോഡ് ആയിട്ടാണ്. അപ്പൊ മെഗ്നീഷ്യം ആനോഡ് ആണെങ്കിൽ ഈ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്ട് ചെയ്യുന്ന എന്തായിട്ടാണ്? കാഥോഡ് ആയിട്ടായിരിക്കും. തീർച്ചയായിട്ടും അതിലൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അങ്ങനെ കാഥോഡ് ആയിട്ടാണ് ഈ ഒരു SH സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. H+. ആ H+ അക്വസ് സൊല്യൂഷനിലാണ് ഉള്ളത്. 1 മോളാർ ആണ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് കാണിക്കുക. അതിനുശേഷം ആ H+ എന്തായിട്ട് മാറുകയാണ്? H2 ഗ്യാസ് ആയിട്ട് മാറുകയാണ്. സോ ദിസ് ഇസ് റിഡക്ഷൻ. സോ H+, ആ റിയാക്ഷൻ ഞാൻ പറഞ്ഞുതരാം. 2 H+ ചേർന്നിട്ട്, ഈ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. 2 H+ ചേർന്ന് 2 ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ദ പ്രോസസ് ഓഫ് അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ ഈസ് ദ റിഡക്ഷൻ. ഓക്കെ, അപ്പോ H+ അയോണുകൾക്ക് റിഡക്ഷൻ സംഭവിച്ചിട്ട് ഇത് എന്തായിട്ടാണ് മാറുന്നത്? H2 ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, H+ അയോണുകൾക്ക് റിഡക്ഷൻ സംഭവിക്കുന്നു, അവർ H2 ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. സോ ഇത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ H+ എന്തായിട്ട് മാറുന്നു? H2 ഗ്യാസ് ആയിട്ട് മാറുന്നു. ആ റിയാക്ഷൻ സൈറ്റും നമ്മളവിടെ കാണിക്കണം. ആ റിയാക്ഷൻ സൈറ്റ് പ്ലാറ്റിനം ആണ്.
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ റെപ്രസെന്റേഷൻ ഓഫ് കാഥോഡ് എങ്ങനെയാണ്? എച്ച് പ്ലസ് അക്വസ് സൊല്യൂഷനിലാണുള്ളത്, 1 മോളാർ ആണ്. അതെന്തായിട്ട് മാറുന്നു? ഒരു ബാർ അല്ലെങ്കിൽ ഒരു വരയിട്ടിട്ട് H2 ആയിട്ടാണ് മാറുന്നത്. H2 നമുക്ക് കിട്ടുന്നത് ഗ്യാസ് ആയിട്ടാണ്. ആ ഗ്യാസിന്റെ പ്രഷർ 180 ആണ്. 180 പ്രഷറുള്ള ഗ്യാസ് ആയിട്ടാണ് കിട്ടുന്നത്. ബാർ അവിടെ റിയാക്ഷൻ സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പ്ലാറ്റിനം. സോ ഇങ്ങനെയാണ് ഒരു കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ഹൗ SHE should be represented when it is used as a cathode. ഓക്കെ, ഇനി നമുക്ക് ആനോഡ് ആയിട്ട് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ മെഗ്നീഷ്യം നമ്മൾ ചെയ്ത പോലെ എനിക്ക് കോപ്പർ, ഓക്കെ, സോ ഇവിടെ കോപ്പർ ഞാൻ എടുക്കുകയാണ്. കോപ്പറിന്റെ ഒരു റോഡ് എടുത്തിട്ട് ആ കോപ്പർ റോഡിനെ ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെക്കുകയാണ്. ഓക്കെ, സോ ഇതൊരു കോപ്പർ റോഡാണ്. ഞാൻ അതിനെ മുക്കി വെക്കുന്നത് ഒരു കോപ്പർ സൾഫേറ്റ് CuSO4 സൊല്യൂഷനിലാണ്. അപ്പൊ നമുക്ക് ആ റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ അറിയാം, റിയാക്ടിവിറ്റി സീരീസിൽ കോപ്പറിന്റെ മുകളിലാണ് ഹൈഡ്രജൻ. സോ കമ്പാരിറ്റീവ്ലി കോപ്പറിനേക്കാൾ റിയാക്റ്റീവ് ആണ് ഹൈഡ്രജൻ എന്ന് നമുക്ക് നോർമൽ ടേംസിൽ പറയാം. ആക്ച്വലി അത് പറയേണ്ടത് അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് വെച്ചിട്ടാണ്. നമുക്ക് അവിടെ റിയാക്ടിവിറ്റി വെച്ച് തന്നെ പറയാം, കാരണം അതായിരിക്കും കൂടുതൽ എളുപ്പം. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കോപ്പറിനേക്കാൾ കൂടുതൽ ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹൈഡ്രജൻ ആണ് കൂടുതൽ റിയാക്റ്റീവ്. സോ ഇവിടെ ഹൈഡ്രജൻ ആക്ട് ചെയ്യുന്നത് ആനോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത് ആനോഡ് ആയിട്ടാണ്. ഓക്കെ, ആനോഡ് എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്. ഓക്സിഡേഷൻ എങ്ങനെയാ നടക്കുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഇങ്ങനെ 180 പ്രഷറിൽ വരികയല്ലേ. ആ ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് 2 H+ സൊല്യൂഷൻ ആയിട്ട് മാറും. 2 ഇലക്ട്രോണുകളെ കളഞ്ഞിട്ട് 2 H+ അയോൺസ് ആയിട്ട് മാറും. എന്നിട്ട് നേരെ അത് സൊല്യൂഷനിലേക്ക് പോകും. ഇതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇനി കാഥോഡിലേക്ക് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ആക്ച്വലി ആനോഡിൽ എന്താ നടക്കുന്നത്? ആനോഡില് പ്ലാറ്റിനത്തിൽ വെച്ച് ഹൈഡ്രജൻ ഗ്യാസ് 180 പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ഗ്യാസ് H+ അയോൺസ് ആയിട്ട് അക്വസ് സൊല്യൂഷനുള്ള 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള H+ അയോണുകളായിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ആനോഡിൽ വെച്ച് നടക്കുന്നത്. സോ ദിസ് ഇസ് ദ റിയാക്ഷൻ അറ്റ് ആനോഡ്. സോ ഇവിടെ ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും നമ്മൾ കണ്ടു. ഇനിയും നമ്മൾ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് പഠിക്കും. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവേ ഉള്ളൂ അത്. അപ്പോ ഇങ്ങനെയാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോഴും കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോഴും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ PT⁻H2, അതിന്റെ H2 ഗ്യാസ് ആണ്. അപ്പൊ അതിന്റെ പ്രഷർ പറയണം ബാർ H+. അക്വസ് സൊല്യൂഷൻ ആണ്, 1 മോളാർ ആണ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? പ്ലാറ്റിനത്തിൽ വെച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ അയോണുകളായിട്ട് മാറുന്നു. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് അയോണുകളായിട്ട് മാറണമെങ്കിൽ, പോസിറ്റീവ് അയോണുകളായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രോണിനെ കളയണം. ആ ഇലക്ട്രോണിനെ കളയുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണ്. സോ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ കാഥോഡായിട്ടാണ് ഹൈഡ്രജൻ ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഹൈഡ്രജൻ അയോണുകൾ ആ സൊല്യൂഷനിലുള്ള 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള അക്വസ് സൊല്യൂഷനിലുള്ള ഹൈഡ്രജൻ അയോണുകൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ പ്ലസ് ചാർജിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഇലക്ട്രോണുകൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇലക്ട്രോണുകൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോണുകളെ H+ അയോണുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് പ്ലാറ്റിനത്തിൽ വെച്ച്. ഓക്കെ, അപ്പോ അതിന്റെ കോൺസെൻട്രേഷനും പറയണം. ഇനി ഗ്യാസ് ആണെങ്കിൽ അതിന്റെ പ്രഷറും പറയണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാഥോഡ് ആണെന്ന് മനസ്സിലാക്കാം. സോ പറയാതെ പറയുകയാണ്, കാഥോഡിൽ H+H2 ഗ്യാസ് ആയിട്ട് മാറുന്നു. അപ്പോൾ H+H2 ഗ്യാസ് ആയിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കണം? റിഡക്ഷൻ ആയിരിക്കണമെന്ന് പറയാതെ പറയുകയാണ് ഇവിടെ. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് ആനോഡായിട്ട് ഇരിക്കുമ്പോഴും കാഥോഡായിട്ട് ഇരിക്കുമ്പോഴും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രോഡ് റിയാക്ഷൻസ് നമ്മൾ നേരത്തെ ഇപ്പോഴും നമ്മൾ ഇലക്ട്രോഡ് റിയാക്ഷൻസ് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് ഓടിച്ചൊന്ന് പറഞ്ഞു പോയാൽ മതി. വെൻ SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആക്ട് ആസ് ആൻ ആനോഡ്. അപ്പൊ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ആനോഡില് ഓക്സിഡേഷൻ. ഓക്കെ, അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ റെഡ് ക്യാറ്റ് എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, റെഡ് ക്യാറ്റ് എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതിൽ നിന്ന് റിഡക്ഷൻ അറ്റ് കാഥോഡ് എന്ന് മനസ്സിലാക്കാം. അപ്പോ കാഥോഡിൽ റിഡക്ഷൻ ആണെങ്കിൽ അത് എപ്പോഴും അങ്ങനെയാണ്. ഈ ഗാൽവാനിക് സെല്ലിലും ഇലക്ട്രോളിറ്റിക് സെല്ലിലും നമ്മൾ പറഞ്ഞതുപോലെ ഈ ആനോഡിന്റെയും കാഥോഡിന്റെയും സൈനുകൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് സൈനുകൾ മാറി മാറി വരും.
അതായത് ഞാൻ പറയുന്നത് ഒരു ഗാൽവാനിക് സെൽ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഡാനിയൽ സെൽ നമ്മൾ കണ്ടതാണ്, ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് പോസിറ്റീവുമായിരുന്നു. ഇനി ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക് നമ്മൾ വരുമ്പോൾ ആനോഡിന്റെ ചാർജ് പോസിറ്റീവും കാഥോഡിന്റെ ചാർജ് നെഗറ്റീവുമായിട്ട് സ്വിച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ചാർജുകൾ മാറും. പക്ഷെ എപ്പോഴൊക്കെ ആയാലും നിങ്ങൾ എവിടെയൊക്കെ പഠിച്ചാലും ആനോഡിൽ നടക്കുന്നത് എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും. കാഥോഡിൽ നടക്കുന്നത് എപ്പോഴും റിഡക്ഷൻ ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ബൈ ഡെഫിനിഷൻ ആനോഡും കാഥോഡും. ആനോഡ് എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് എന്ന് പറഞ്ഞാൽ മതി. കാഥോഡ് എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പൊ റെഡ് ക്യാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്കത് കൺഫ്യൂഷൻ വരാതെ ഇരിക്കും. റെഡ് ക്യാറ്റ് അതായത് കാഥോഡിലെ റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴേ ഇലക്ട്രോണുകളെ കളയുന്ന പ്രോസസ്സാണ്, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ, ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ അയോണുകളായിട്ട് 2H+ അയോൺസ് ആയിട്ട് മാറും. സോ ഇത്തരത്തിൽ 2H+ അയോൺസ് ആയിട്ട് അതിന് മാറണമെങ്കിൽ അതിന് 2 ഇലക്ട്രോണിനെ കളഞ്ഞിരിക്കണം. അപ്പൊ 2 ഇലക്ട്രോണുകളെ ലോസ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറുന്നു? 2H+ അയോൺസ് ആയി മാറുന്നു. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താണ്? 2H+ അയോണുകൾ 2 ഇലക്ട്രോണുകളെ കൂടി അതിലേക്ക് കൂട്ടിച്ചേർത്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയി എസ്കേപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് SHE ഒരു കാഥോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ ഇങ്ങനെയാണ്. അത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്ലാറ്റിനത്തിന്റെ നേച്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കെമിക്കലി അൺചേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് അതിന് റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്സിഡേഷനിലോ റിഡക്ഷനിലോ പ്ലാറ്റിനത്തിന് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു സർഫസ് ഫോർ റിയാക്ഷനും കണ്ടക്ടർ ഓഫ് ഇലക്ട്രോൺസുമായിട്ട് മാത്രമായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസിനെ പറ്റി പറഞ്ഞെങ്കിലും എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എടുത്തത്. ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് SHE ഈസ് ആർബിറ്റർലി അസൈൻഡ് ആസ് 0 വോൾട്ട്. അപ്പോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്? 0 വോൾട്ട് ആണ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ എന്തുമാത്രം ഈസിയാണ് നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഇലക്ട്രോഡ് ഉണ്ട്. ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോഡ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോഡിന്റെ ഇതിലേക്ക് ഒരു പെർട്ടിക്കുലർ മെറ്റൽ അതിന്റെ സൊല്യൂഷനിൽ ഇട്ട് വെച്ച് ഒരു ഇലക്ട്രോഡ് കിട്ടി. അപ്പൊ ഇതിന് തീർച്ചയായിട്ടും ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ബട്ട് ഐ ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു SHE യൂസ് ചെയ്യുന്നു. ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്തു. ഇലക്ട്രോഡ് മെഷർ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു വോൾട്ടേജ് EMF എന്ന് പറയുന്നത്, എനിക്ക് ഇവിടെ കിട്ടിയ EMF എന്ന് പറയുന്നത് X വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എങ്കിൽ ഈ X തന്നെയായിരിക്കും എന്ത്? ഈ നമുക്ക് അൺനോൺ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വൈ? കാരണം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ X ആണ്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? X - 0, അതായത് X തന്നെയാണ്. അപ്പൊ ആ വാല്യൂ അല്ലേ ഇവിടെ വോൾട്ട് മീറ്റർ കാണിക്കൂ. സോ ഇറ്റ് ഈസ് റിയലി ഈസി. നമുക്ക് കാൽക്കുലേഷന്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ ഇലക്ട്രോഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അൺനോൺ ഇലക്ട്രോഡ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് നോക്കുകയാണെങ്കിൽ, സെർവ്സ് ആസ് എ റെഫറൻസ് പോയിന്റ്, 0 ലെവൽ റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ മെഷറിംഗ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അതർ ഇലക്ട്രോഡ്സ്. മറ്റ് ഇലക്ട്രോഡുകളെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ സ്ഥിരം പരിപാടി പോലെ തന്നെ നമ്മൾ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്താലും, എന്തിനെ ഉപയോഗങ്ങളെ പറ്റി നമ്മൾ കോരെ ഇങ്ങനെ പറഞ്ഞാലും ഏറ്റവും അവസാനം അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും. സയൻസിലെ ഏതൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചാലും നമ്മൾ അതിന്റെ ഉപയോഗങ്ങളെല്ലാം പറഞ്ഞ് ആദ്യം അതിനെ വാനോളം പൊക്കിയിട്ട് അതിന്റെ പോരായ്മകളും അതിന്റെ ഡീമെറിറ്റ്സും നമ്മൾ പറയും. അതുപോലെ ഒരു ഐഡിയൽ ഇലക്ട്രോഡ് ഒന്നും അല്ല സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതിന് ധാരാളം ഡീമെറിറ്റ്സുകളും ഉണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും മറ്റും ഉണ്ട്. സോ അത് നമുക്കിനി ഡിസ്കസ് ചെയ്യണം. സോ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് ആണ് എന്നൊരിക്കലും വിചാരിക്കരുത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തന്നെ നമുക്ക് അതിനെ കിട്ടിയ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് മറ്റൊരു അൺനോൺ ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു സെല്ല് ഫോം ആയി, അവിടെ കറണ്ട് ഒഴുകും. ഓക്കെ, ആ സെല്ലിന്റെ EMF നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വോൾട്ട്മീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയാണോ ആ വോൾട്ട്മീറ്ററിൽ കിട്ടുന്ന ആ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു EMF, അത് തന്നെയായിരിക്കും E0 സെൽ. E0 എന്ന് പറയുമ്പോൾ ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇലക്ട്രോഡ്. ആ E0 സെല്ല് തന്നെയായിരിക്കും നമുക്ക് ആ E0 ഇലക്ട്രോഡ് ആയിട്ട്, അതായത് ആ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കാരണം സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഓഫർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കേണ്ട തന്നെ ആവശ്യമില്ല, ബിക്കോസ് അതർ എൻഡിൽ 0 ആണ്. സോ ദർ ഇസ് നോ ഡിഫറൻസ്. എത്രയാണോ ആ വോൾട്ട്മീറ്ററിൽ കിട്ടുന്ന വാല്യൂ, ആ വാല്യൂ തന്നെയായിരിക്കും ഇൻഡിവിജ്വൽ ഇലക്ട്രോഡിന്റെയും ഇത് എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളമാണ് SHEയുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇറ്റ് വിൽ ആക്ട് ആസ് എ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്. അതൊരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂസ് ടു ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞതാണ് ഫോംസ് ഓഫ് ദ ബേസിസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ച് തന്നെയാണ് നമ്മൾ അത് പറഞ്ഞത്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ബേസിസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, വിച്ച് ഹെൽപ്സ് ഇൻ പ്രഡിക്റ്റിംഗ് ദ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഒരു റിയാക്ഷന്റെ ഫീസിബിലിറ്റി, വെദർ ദ റിയാക്ഷൻ വിൽ ടേക്സ് പ്ലേസ് ഓർ നോട്ട് എന്ന് പറയാൻ, ഒരു ഫീസിബിലിറ്റി പ്രഡിക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കാം. അതുപോലെ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിൽ നിന്നും ഏത് ഡയറക്ഷനിലേക്കാണ് ഇലക്ട്രോണുകൾ ഒഴുകുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. സോ the major limitations are, it is difficult to maintain 1 atm pressure. അപ്പൊ ഹൈഡ്രജന്റെ പ്രഷർ നമ്മൾ എപ്പോഴും ബൈ ഡെഫിനിഷനും നമ്മൾ പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഈ പ്രഷർ എത്രയായിരിക്കണം, ഒരു ATM ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷേ ആ ഒരു ATM പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ 1 ATM പ്രഷർ. ഓക്കെ, ഹൈഡ്രജന്റെ പ്രഷർ 1 ATM മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് എ കോൺസ്റ്റന്റ് ഹൈഡ്രജൻ ഗ്യാസ് സപ്ലൈ. തുടർച്ചയായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് ഈ ഒരു ATM പ്രഷറിൽ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പറയാൻ മാത്രമേ അത് ഈസി ഉള്ളൂ, അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ഗ്യാസിന്റെ ഫ്ലോ, ആ ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും അത് 1 ATM തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസും നോളജും ഒക്കെ വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു റുട്ടീൻ ആയിട്ടുള്ള ലബോറട്ടറി യൂസിന് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, ആൻഡ് പ്ലാറ്റിനം സർഫസ് ക്യാൻ ഗെറ്റ് പോയിസൺ. പോയിസൺ മീൻസ് അത് ഈ പ്ലാറ്റിനത്തിന്റെ സർഫസ്, അതിന്റെ റിയാക്ഷൻ സൈറ്റ് ആണ്. ഈ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ ആണെങ്കിലും റിഡക്ഷൻ ആണെങ്കിലും ഈ ഹൈഡ്രജന്റെ റിയാക്ഷൻ സർഫസ് ആണ് ഈ പ്ലാറ്റിനം എന്ന് പറയുന്നത്. സോ ഈ പ്ലാറ്റിനം സർഫസ് പോയിസൺ അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ആവാനുള്ള, അവിടെ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ട് മറ്റ് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സെല്ലിന്റെ വാല്യൂ 0 കിട്ടില്ല, E0 ഇലക്ട്രോഡ് 0 കിട്ടില്ല. ഓക്കെ, അടുത്തത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാരണങ്ങളാല് എപ്പോഴും ഒരു റുട്ടീൻ ആയിട്ട്, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു റുട്ടീൻ ലബോറട്ടറി യൂസിന് ഒരിക്കലും ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു പ്രൈമറി ഇതായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ശ്രദ്ധയും കാര്യങ്ങളും സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ SHE നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് സെക്കൻഡറി ഇലക്ട്രോഡ്സ് ലൈക്ക് കെലോമൽ ഇലക്ട്രോഡ്സ് ആർ ഓഫൻ യൂസ്ഡ്. അപ്പൊ കെലോമൽ ഇലക്ട്രോഡിലേക്കുള്ള ഒരു ലിങ്ക് ഇട്ടുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് നമ്മൾ ഈ ഒരു സെഷനിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്താണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതുപോലെ എന്താണ് റഫറൻസ് ഇലക്ട്രോഡ്. റഫറൻസ് ഇലക്ട്രോഡ് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ട് കെലോമൽ ഇലക്ട്രോഡ് തൊട്ട് അടുത്ത സെഷനിൽ പഠിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ പ്രിപ്പയർ വെൽ, ഓൾ ദി ബെസ്റ്റ്.